Okay. Design of steel structures എന്ന വിഷയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബോൾട്ടഡ് കണക്ഷൻസിൻ്റെ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു പ്രോബ്ലമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനു മുൻപ് ഡിസൈൻ ഓഫ് ബെയറിംഗ് ടൈപ്പ് ബോൾട്ടഡ് കണക്ഷൻ ഫോർ എ ലാർജ് ജോയിൻറ്റ് ബിറ്റ്വീൻ ടു പ്ലേറ്റ്സ് എന്ന ഹെഡിങ്ങിൽ എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 2ഉം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ ഒരു വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിലും ഈ പറഞ്ഞ പോലെ മറ്റ് 2 വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്തമായ കാര്യങ്ങൾ ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. മറിച്ച് ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണ് മെയിനായിട്ട് ഞാൻ എംഫസൈസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പം നോക്കൂ, ഈ ഒരു കേസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പ്രോബ്ലത്തിൽ നമ്മൾ ഒരു യൂണിഫോം പാറ്റേണിൽ സിമെട്രിക് ആയിട്ടുള്ള ബോൾട്ട് ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഒരു കേസിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു സിക്സ് ആഗ് ബോൾട്ടഡ് ലാബ് ജോയിൻ്റ് ആണ്. ഓക്കെ, ഫൈൻ. ചെയിൻ ബോൾട്ടിംഗ് അല്ല, സിക്സ് ആഗ് ബോൾട്ടിംഗ് ആണ്. ഓക്കെ, 2 പ്ലേറ്റ്സ് ലാബ് ജോയിൻ്റ് ആണ്, അതെല്ലാം സെയിം തന്നെയാണ്. 2 പ്ലേറ്റിൻ്റെ തിക്നെസ് രണ്ടും 10 mm തന്നെയാണ്. 16 mm ബോൾട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. FE 410 ഗ്രേഡ് സ്റ്റീലാണ്. അപ്പം വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് strength of the joint as well as efficiency of the joint. ഇപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പിന്നെ എഫിഷ്യൻസി ഓഫ് ദ ജോയിൻറ്റ്, ഈ 2 കാര്യങ്ങളാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്, മുൻപത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്കെച്ച് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്കെച്ചിൽ നമ്മളൊരു പ്രത്യേകത കാണാൻ സാധിക്കും. ഇതിൽ മറ്റ് 2 പ്രോബ്ലത്തിലും ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്ന് നമുക്ക് കൃത്യമായി തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസിൽ ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് അവൈലബിൾ അല്ല. പ്ലേറ്റിൻ്റെ തിക്നെസ്സും മറ്റ് ഡീറ്റെയിൽസും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ എഡ്ജ് ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ബോൾട്ടുകൾ തമ്മിലുള്ള പിച്ച് സ്പേസിങ് എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. ഇപ്പോൾ പിച്ച് 40 mm ആണ്. ഓക്കെ, ഫൈൻ. 2 ഡയറക്ഷനിലും 40 mm ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, എനിവേ ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഓക്കെ, ഈ ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടില്ല. ഓക്കെ, എനിവേ അപ്പോൾ ഈ ഒരു പ്ലേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ ഇത്തരത്തിലൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ബോൾട്ടിൻ്റെ പാറ്റേൺ അവൈലബിൾ ആണ്. 6 ആഗ് ആയിട്ടാണ് ബോൾട്ട്. ഒരു റോയിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ബോൾട്ട് നെക്സ്റ്റ് റോയിൽ വരുമ്പോഴത്തേക്ക് ഈ സെയിം ലൈനിൽ ബോൾട്ടില്ല, മറിച്ച് ഇതിൻ്റെ സെൻട്രലായിട്ടാണ് സെക്കൻഡ് റോയിൽ ബോൾട്ട് വരുന്നത്. അതാണ് 6 ആഗ് ബോൾട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു പിച്ച് ലെങ്ത് എന്ന് നമുക്കതിനെ വിളിക്കാം. ഓക്കെ, പെർ പിച്ച്, അതായത് ഒരു പർട്ടിക്കുലർ ലൈൻ ഓഫ് ബോൾട്ടിൽ കൊടുത്തിരിക്കുന്ന 2 ബോൾട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് ഇവിടെ പിച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായി നമ്മൾ കണക്ഷൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പെർ പിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ആ പിച്ച് എന്ന് പറയുന്നത് ഈ കാണിച്ചിരിക്കുന്ന ഗ്രീൻ ലൈൻ വെച്ച് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ബോൾട്ടിൻ്റെ സെൻറ്റർ തൊട്ട് ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ആ പെർ പിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പിച്ച് എന്ന് ഇവിടെ ഉപയോഗിക്കുന്ന കാര്യത്തിനെ തെറ്റിദ്ധരിക്കേണ്ട. നമ്മളിത് കാൽക്കുലേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് പെർ പിച്ച് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ടെക്നിക്കലി പിച്ച് എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള സ്പേസിങ് തന്നെയാണ്. ഓക്കെ, അതായത് ഈ 40 mm തന്നെയാണ് യഥാർത്ഥത്തിൽ പിച്ച്. പക്ഷേ ഫോർ ദ കാൽക്കുലേഷൻ സേക്ക് നമുക്ക് ആ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെർ പിച്ച് എന്നാണ് നമ്മൾ സാധാരണ അതിൽ പറയുന്നത്. അതായത് പെർ സ്പേസിങ് ബിറ്റ്വീൻ ദീസ് 2 ബോൾസ്, അതിനെയാണ് നമ്മൾ പിച്ച് എന്ന് വെച്ചിരിക്കുന്നത്. ആ ഷെയ്ഡഡ് പോർഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്? കൺസിഡർ 1 പിച്ച് വിഡ്ത്ത് ഓഫ് ദ ജോയിൻറ്റ് ഫോർ ഡിസൈൻ. ഇതാണ് 1 പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഈ ഷെയ്ഡഡ് പോർഷനാണ്. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലേറ്റിൻ്റെ പ്രത്യേകത, ഈ പ്ലേറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒക്കെ വെള്ളം കോരുന്ന തൊട്ടി ഉണ്ടാവുമല്ലോ. ഓക്കെ, ആ തൊട്ടിയുടെ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? തൊട്ടി എന്ന് പറയുന്ന ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഒരു സിലിണ്ടറിക്കൽ പോർഷൻ, സിലിണ്ടറിക്കൽ അല്ല, ഒരു കോണിക്കൽ ഷേപ്പാണ്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്ലേറ്റ് മറ്റേ പ്ലേറ്റിൻ്റെ മുകളിലോട്ട് ലാപ്പ് ചെയ്തിട്ട് റിവറ്റ് ചെയ്യുമായിരുന്നു. ഒരു ലൈനിൽ ഇങ്ങനെ റിവറ്റ് ചെയ്യുമായിരുന്നു. ബോൾട്ട് കുറവാണ്, കൂടുതൽ റിവറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റീൽ തൊട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു കണ്ടീഷനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് നീളം കൂടുതലാണ്. അപ്പം ആ തൊട്ടിയുടെ ഒരു ബോൾട്ടഡ് ഡിസൈൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തൊട്ടിയുടെ ഫുൾ പിന്നെ ഡെപ്ത്ത്, ആ സിലിണ്ടറിക്കൽ പോർഷൻ അല്ല കോണിക്കൽ പോർഷൻ്റെ ഫുൾ ഡെപ്ത്ത് എടുക്കുന്നതിന് പകരം പെർ പിച്ചിൻ്റെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ പവർ പ്ലാന്റിലൊക്കെ ബോയിലർ
അപ്പോൾ ബോയിലറിൽ ഈ പറഞ്ഞ കണക്ക് 2 പ്ലേറ്റിൻ്റെ പീസുകൾ വന്ന് ലാപ്പ് ചെയ്തിട്ട് ആ ലാപ്പിലാണ് ബോൾട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് ബോയിലറിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. അപ്പോൾ അത്രയും ഹൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെങ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ പെർ പിച്ച് സ്ട്രെങ്ത് കണ്ടുപിടിച്ച് ആ പെർ പിച്ചിലായിരിക്കും ആ ഒരു ജോയിൻറ്റിൻ്റെ സ്ട്രെങ്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഐഡിയ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നോമിനൽ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട് 16 mm ആണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ബോൾട്ട് ഹോൾ ടേബിൾ 19 പ്രകാരം 18 mm ആണ്. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് 4.6 ഗ്രേഡ് ബോൾട്ടാണെന്നാണ്. ഓക്കെ, ഇവിടെ തന്നിട്ടില്ല 4.6 ഗ്രേഡ് ബോൾട്ടെന്ന്. അപ്പം വി വിൽ അസ്യൂം അൺലെസ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ്, നമുക്ക് അസ്യൂം ചെയ്യാം 4.6 ഗ്രേഡ് ബോൾട്ടാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഒരു ബെയറിംഗ് ടൈപ്പ് കണക്ഷനും കൂടെയാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് FUB എന്ന് പറയുന്നത് 400 Nm/mm² ആണ്. അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് Fe410 പ്ലേറ്റ്, അതായത് മൈൽഡ് സ്റ്റീലിന് FU എന്ന് പറയുന്നത് 410 Nm/mm² ആണ്. FY എന്ന് പറയുന്നത് 250 Nm/mm² ആണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ബോൾട്ട് Γ-MB 1.25 ആണ്. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ Γ-L 1.25, Γ-M0 1.1. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ പെർ പിച്ച് വിഡ്ത്ത് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി. പെർ പിച്ച് വിഡ്ത്ത്, ആ ഒരു പിച്ച് വിഡ്ത്തിൽ, ഓക്കെ, ഇതാണ് ഒരു പിച്ച് വിഡ്ത്ത്, ഈ ഷെയ്ഡഡ് പോർഷനാണ് ഒരു പിച്ച് വിഡ്ത്ത് എങ്കിൽ ഈ പിച്ച് വിഡ്ത്തിൽ എത്ര ബോൾട്ട് ഉണ്ട്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ നോക്കുമ്പോൾ എന്താ, ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ മുതൽ ഈ ബോൾട്ടിൻ്റെ സെൻറ്റർ വരെയാണ് ഈ പിച്ച് വിഡ്ത്ത് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു പകുതി ബോൾട്ട്, ഓക്കെ, ഈ ഒരു ഫുൾ ബോൾട്ട്, ഈ ഒരു പകുതി ബോൾട്ട്, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഇവിടെ അര ബോൾട്ട്, ഇവിടെ അര ബോൾട്ട്, ഇവിടെ ഒരു ബോൾട്ട്, അങ്ങനെ ടോട്ടൽ ഈ ഒരു പിച്ച് വിഡ്ത്തിൽ 2 ബോൾട്ടാണുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദർ ആർ 2 bolts പെർ പിച്ച് വിഡ്ത്ത്. ബോൾട്ട് ആർ ഇൻ സിംഗിൾ ഷിയർ ഓർ ബെയറിംഗ് ഓൺ 10 mm തിക്ക് പ്ലേറ്റ്. അതാണ് അതിൻ്റെ ഐഡിയ. സിംഗിൾ ഷിയർ ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെയാണ്. ആകെ ഒറ്റ കോണ്ടാക്ട് സർഫസേ ഉള്ളൂ, ഒറ്റ ഇൻ്റർഫേസേ ഉള്ളൂ, അവിടെ ആയിരിക്കും ബോൾട്ട് ഷിയറായി പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് 4 ലിമിറ്റ് സ്റ്റേറ്റാണ് ഇവിടെയും ഉള്ളത്. ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ടെൻസൈൽ റപ്ചർ ഓഫ് ദ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ പ്ലേറ്റ്, പിന്നെ ബ്ലോക്ക് ഷിയർ റപ്ചർ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്. അങ്ങനെ 4 ലിമിറ്റ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ലിമിറ്റ് സ്റ്റേറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ത്രെഡ് ഷിയർ പ്ലെയിനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. സോ കൺസർവേറ്റീവ്ലി നമ്മൾ അസ്യൂം ചെയ്യുന്നത് ത്രെഡ് ഷിയർ പ്ലെയിനിൽ ഉണ്ട് എന്നാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഷിയർ പ്ലെയിനേ ഉള്ളൂ. ആ ഒരു ഷിയർ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ NN ആയിരിക്കും 1, NS 0 ആയിരിക്കും. ഓക്കെ, ഇനി ANB ASBയുടെ എല്ലാം കാൽക്കുലേഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് VDSB കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത് ആണ് ഈ 28.974 kN എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പെർ പിച്ച് വിഡ്ത്തിന് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ബോൾട്ട് ഉള്ളതുകൊണ്ട് 2 ഇൻറ്റു ഒരു ബോൾട്ടിൻ്റെ സ്ട്രെങ്ത്, അത് 2 ഇൻറ്റു 28.974, അപ്പോൾ 57.948 kN എന്ന് വരും. ഓക്കെ, ഇനിയും ബെയറിംഗ് സ്ട്രെങ്തിൻ്റെ കാൽക്കുലേഷനും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. അപ്പോൾ ഇതിൽ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. 2.5 ഇൻറ്റു KB ഇൻറ്റു D ഇൻറ്റു T ഇൻറ്റു FU. ഓക്കെ, എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. T എന്ന് പറയുന്ന 2 പ്ലേറ്റും 10 mm തന്നെയാണ്. D എന്ന് പറയുന്നത് 16 mm ആണ്. FU എന്ന് പറയുന്നത് പ്ലേറ്റിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് 410 Nm/mm² ആണ്. 2.5 കോൺസ്റ്റൻറ്റ്. KB കണ്ടുപിടിക്കാനായിട്ട് ഇനി നമുക്ക് വേണ്ടത് എഡ്ജ് ഡിസ്റ്റൻസ് വേണം, പിച്ച് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് മുമ്പ് എഡ്ജ് ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അല്ലേ. മിനിമം എഡ്ജ് ഡിസ്റ്റൻസ് എത്രയാണ്? ഓക്കെ, കോഡ് പ്രകാരം നമ്മൾ മെഷീൻഡ് എഡ്ജാണ് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ 3/2 എന്ന് ഉദ്ദേശിക്കുന്ന 1.5 D0 എന്നുള്ളതാണ്. അപ്പോൾ 1.5 ഇൻറ്റു 18 27 mm ആണ് വേണ്ടത്. നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത് നമുക്ക് എൻഡ് ഡിസ്റ്റൻസ് 30 mm ആണ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. അപ്പോൾ അത് സാറ്റിസ്ഫാക്ടറി ആണ്. അതേപോലെ തന്നെ പിച്ചിൻ്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മിനിമം സ്പേസിങ്ങിൻ്റെ കാൽക്കുലേഷൻ. ഓക്കെ, ആ മിനിമം സ്പേസിംഗ് എന്നുള്ളത് 2.5 ഇൻറ്റു D. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 mm ആണ് നമ്മൾ മിനിമം കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ 2.5 ഇൻറ്റു D എന്ന് പറയുമ്പോൾ 2.5 ഇൻറ്റു 16, 2 ഇൻറ്റു 16 32 + 8 40 mm ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈ പ്രോബ്ലത്തിൽ നമ്മൾ 40 mm തന്നെയാണ് പിച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് സാറ്റിസ്ഫാക്ടറി ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് 40 mm ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
ഫൈൻ. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ചെയ്തു. അപ്പോൾ E/3D0 നമുക്ക് 0.55 എന്ന് കിട്ടി. പക്ഷേ P/3D0 - 0.25 ആണ് ഇവിടെ ഗവേൺ ചെയ്യുന്നത്. അതാണ് ലോവസ്റ്റ് വാല്യൂ, 0.49 ആണ്. FUB/FU കഴിഞ്ഞ എല്ലാ പ്രോബ്ലത്തിലെയും പോലെ തന്നെ ഒരു അപ്പർ ബൗണ്ട് വാല്യൂ ആണ്. ഓക്കെ, ഫൈനലി 1. അപ്പോൾ എന്തായാലും 1-നേക്കാളും ചെറിയ വാല്യൂ ആണ്. അപ്പോൾ അതിൽ ഗവേൺ ചെയ്യുന്നത് P/3D0 - 0.25 എന്ന ഇക്വേഷൻ്റെ വാല്യൂ ആണ്. 0.49 ആണ്. KB = 0.49. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് VDPB കണ്ടുപിടിക്കുക. അതൊരു ബോൾട്ടിൻ്റെയാണ്. ഒരു ബോൾട്ടിന് ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് എന്ന് പറയുന്നത് 64.288 kN ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർ പിച്ച് വിഡ്ത്തിൽ 2 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് ഓർ ദ ജോയിൻറ്റ്, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ടു 2 ബോൾട്ട്സ് ആയിരിക്കും. അത് 2 × 64.288 എന്ന് വരും. ഇപ്പോൾ 128.576 kN എന്ന് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ബോൾട്ടിൻ്റെ 2 ലിമിറ്റ് സ്റ്റേറ്റും ഇവാലുവേറ്റ് ചെയ്ത സ്ഥിതിക്ക് നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൃത്യമായി പറയാൻ പറ്റും ഡിസൈൻ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, ഓക്കെ, കറസ്പോണ്ടിങ് ടു ദ പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട് ആയിരിക്കും. ഓക്കെ, ബെയറിംഗ് കപ്പാസിറ്റി ഷിയർ കപ്പാസിറ്റിയോടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഷിയർ കപ്പാസിറ്റിയാണ് കുറവ്. അപ്പോൾ അതായിരിക്കും ബോൾട്ടിനെ സംബന്ധിച്ചിടത്തോളം, ബോൾട്ടിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് എന്നുള്ളത്, ആ ഒരു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 57.948 kN ആയിരിക്കും. ഓക്കെ, അടുത്ത ലിമിറ്റ് സ്റ്റേറ്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്ന ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്, അതിൽ നമ്മൾ നോക്കുന്നത് ടെൻസൈൽ റപ്ചർ ഓഫ് ദ പ്ലേറ്റ് അലോങ് ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വീണ്ടും ആ സ്കെച്ചിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണ്. നോക്കൂ, നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനകത്ത് ഈ ഡയമെൻഷൻ എത്രയാണെന്നുള്ളത് നമുക്ക് തൽക്കാലം തന്നിട്ടില്ല. ഓക്കെ, സോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടൊരു പിച്ച് അസ്യൂം ചെയ്യേണ്ടിയിരിക്കുന്നു ഈ സ്റ്റേജിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതൊരു പ്രോബ്ലത്തിലും ഒരു ഒപ്റ്റിമം പിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റാഗേർഡ് അറേഞ്ച്മെൻറ്റ് വരുമ്പോൾ ഒരു ഒപ്റ്റിമം പിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, ഓക്കെ, എന്ന ഒരു എക്സാമ്പിളും കൂടിയാണ് ഈ താഴെ വരുന്ന കാൽക്കുലേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 57.948 kN എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഐഡിയ ഇതാണ്, നമ്മൾ പിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നില്ല ഇക്വേഷനിൽ. അതായത് പിന്നെ ക്ലോസ് 6.3.1 പ്രകാരം 0.9 × AN × FU/γ/ml എന്ന ഇക്വേഷനാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 2 സെക്ഷനാണ് ഇവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഈ സ്ട്രെയിറ്റ് സെക്ഷനും ഒന്ന് ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷനുമാണ്. അപ്പോൾ ഗ്രീൻ സെക്ഷനാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രീൻ സെക്ഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പിച്ചിൻ്റെ വാല്യൂ നമുക്ക് അവൈലബിൾ അല്ല എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ഈ വാല്യൂ നമുക്ക് ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് ഈ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് പെർ പിച്ച് വിഡ്ത്ത് 57.948 ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ, ഈ ടെൻസൈൽ റപ്ചർ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് അലോങ് ദ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ, ഞാൻ ആ ബ്ലൂ ലൈൻ കൊണ്ട് കാണിച്ചിരിക്കുന്ന ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷനിൽ പെർ പിച്ച് വിഡ്ത്തിൻ്റെ ടെൻസൈൽ റപ്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, TDNൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷനകത്ത് AN = P-18 ഇട്ടു. എങ്ങനെയാണ് ഈ P-18 വന്നത്? ഓക്കെ, നോക്കൂ, ഇതാണ് ടോട്ടൽ റപ്ചർ പാത്ത് എന്ന് പറയുന്നത്, ടെൻസൈൽ റപ്ചറിൻ്റെ ഫെയിലിയർ പാത്ത് എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസ് P ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് P - ഇവിടുത്തെ ഒരു ഹാഫ് ഡയമീറ്റർ, ഇവിടുത്തെ ഒരു ഹാഫ് ഡയമീറ്റർ. അപ്പോൾ ടോട്ടൽ P - ഒരു ഫുൾ ഡയമീറ്റർ ഓഫ് ദ ബോൾട്ട്. അങ്ങനെയാണ് ഇവിടെ P - 18 എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നിരിക്കുന്നത്, P-18 എന്ന് പറഞ്ഞ ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ മൾട്ടിപ്ലൈഡ് ബൈ 10 തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് AN കിട്ടും. അപ്പോൾ P-18 × 10 എന്ന് പറയുന്നതാണ് ഞാൻ ആ ഗ്രീൻ ലൈൻ കൊണ്ട് വരച്ചിരിക്കുന്ന ആ ഒരു ക്രിട്ടിക്കൽ സെക്ഷൻ്റെ AN എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷൻ എഴുതിയിട്ട് ആ ഇക്വേഷനെ നമ്മൾ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ബോൾട്ട് പെർ പിച്ച് വിഡ്ത്തുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന P എന്താണോ ആ Pയോട് ഈക്വൽ ആയിട്ട് ഒരു വാല്യൂ ആണ് നമ്മളിവിടെ കൊടുക്കുന്നതെങ്കിൽ, ഓക്കെ, ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗ്രീൻ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫെയിലിയർ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റപ്ചർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ്
ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്തിനോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അല്ല വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വഴി കിട്ടുന്ന പിയേക്കാൾ കൂടുതലൊരു വാല്യൂ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡിസൈൻ റപ്ചർ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ് അലോങ് ദ ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ ആ ഒരു ഗ്രീൻ ലൈൻ, ഓക്കെ, അത് നമ്മളുടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അതാണ് ഈ ഒരു കാൽക്കുലേഷൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൊസീഡ് ചെയ്തു. അപ്പോൾ P-18 എന്നുള്ളത് 19.63 എന്ന് കിട്ടി. അപ്പോൾ പിയുടെ വാല്യൂ 37.63 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ 40 mm അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഗ്രീൻ ഫെയിലിയർ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റപ്ചർ സ്ട്രെങ്ത് ഈ പറഞ്ഞ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾസ് പെർ പിച്ചിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ഈ ഫസ്റ്റ് കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് രണ്ടാമതൊരു കണ്ടീഷനും കൂടെ വരാം. സിക്സാഗ് ബോൾട്ട് അറേഞ്ച്മെൻ്റ് ആയതുകൊണ്ട് ഒരു ഇൻക്ലൈൻഡ് ഫെയിലിയർ പാത്തും കൂടെ നമുക്കിവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഇൻക്ലൈൻഡ് ഫെയിലിയർ പാത്തിൻ്റെ റപ്ചർ സ്ട്രെങ്തും കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ഷിയർ ഫെയിലിയർ പാത്തിൻ്റെ റപ്ചർ സ്ട്രെങ്ത് കൂടെ ചെക്ക് ചെയ്യേണ്ടത്? നോക്കൂ, നമ്മൾ ഇവിടെ ഗ്രീൻ ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നിടത്ത് ഈ ഒരു ഫെയിലിയർ പാത്തിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ പോലും ഒരു ഹാഫ് ബോൾട്ടും അങ്ങനെ ടോട്ടൽ 1 ബോൾട്ട് ഹോൾ റിഡക്ഷനേ വന്നിട്ടുള്ളൂ. പക്ഷേ നോക്കൂ, ഈ ഒരു ഇംഗ്ലണ്ട് ഫെയിലിയർ പാത്ത് നോക്കൂ, ഇവിടെ ഒരു ഹാഫ് ബോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു ഫുൾ ബോൾട്ട് ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് ബോൾട്ട് ഉണ്ട്. അപ്പോൾ 2 ബോൾട്ട് ഹോൾ റിഡക്ഷൻ ഈ ഒരു ഫെയിലിയർ പാത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അഡീഷണലായിട്ട് ഈ ഒരു ഇൻക്ലിനേഷൻ്റെ എഫക്റ്റും കൂടെ ആ ഒരു കാൽക്കുലേഷനിൽ വരുന്നുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ നമുക്ക് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ 2 ബോൾട്ട് ഹോൾ റിഡക്ഷൻ വരുന്ന ഈ ഒരു റപ്ചർ അല്ലെങ്കിൽ ഫെയിലിയർ സെക്ഷനും കൂടെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ മോളിൽ കണ്ട ഫിഗറിന് ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് അത് അങ്ങനെ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ കോഡിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് 6.3.1 പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് നമ്മളുടെ ഇക്വേഷൻ AN = B - ND0 + sigma PSI²/4GI T എന്ന ഇക്വേഷനാണ്. ഓക്കെ, ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. ആ ക്ലോസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ N എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ബോൾട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ക്രിട്ടിക്കൽ ക്രോസ് സെക്ഷൻ ഏതാണ്? ഇങ്ങനെ ഇംഗ്ലണ്ടായിട്ട് വരുന്നതാണ് അല്ലേ, ഈ ടോട്ടലാണ് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഒരു ഹാഫ് ബോൾട്ട്, ഇവിടെ ഒരു ഹാഫ് ബോൾട്ട്, ഇവിടെ ഒരു 1 ബോൾട്ടും ഉണ്ട്. അതാണ് ഞാനിവിടെ ഈ കറക്ഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ 1 അല്ല, ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ 40 - 2 × 18 അതാണ് ഈ ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻക്ലിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സിഗ്മ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻക്ലിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ 2 ഇൻക്ലിനേഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടും കൂടെ ആഡ് ആവും. ഓക്കെ, അതിനാണ് ഇവിടെ 2 വന്നേക്കുന്നത്. അപ്പോൾ ഒരേ ലെങ്ത് ഉള്ള അല്ലെ ഒരേ ഡയമെൻഷൻസ് തന്നെയുള്ള 2 ഇൻക്ലിനേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ 2 എന്ന് പറയുന്ന ഒരു വാല്യൂ വന്നിരിക്കുന്നത്. ആ 2 ഇൻക്ലിനേഷനെ ഈ സിഗ്മയുടെ ഒരു എഫക്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ 2 എന്ന് പറയുന്നത് 2 ഫെയിലിയർ പാത്ത് ഉണ്ട്, 2 ഇൻക്ലിനേഷൻ ഉണ്ട് ഈ ഫെയിലിയർ പാത്തിൽ. ഓക്കെ, ഇനി PSI², അപ്പോൾ 2 സെയിം ആയതുകൊണ്ടാണ് ഇവിടെ 2 വന്നത്. PSI² എന്ന് പറയുന്നത് PSI നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സംഭവമാണ്. PSI എന്ന് പറയുന്നത് സ്റ്റാഗേർഡ് ആയിട്ടുള്ള ബോൾട്ട് നമ്മളുടെ പിച്ചാണ്. അത് ക്ലോസ് 6.3.1 കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. PS എന്ന് പറയുന്നത് 40 mm ആണ്. ഓക്കെ, ഈ ഡിസ്റ്റൻസ് ആണ് PSI അല്ലെങ്കിൽ PS. അത് 2 സെയിം ആയതുകൊണ്ട് 40² / 4 × GI. GI എന്ന് പറയുന്നത് കോഡിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡയമെൻഷൻ. അതായത് ഈ പിന്നെ ബോൾട്ടും പിന്നെ അടുത്ത ബോൾട്ട് റോയിൽ വരുന്ന ബോൾട്ട് നമ്മളുടെ ഡിസ്റ്റൻസ് ആണ് G. അല്ലാതെ ഈ ലൈനിലുള്ള 2 ബോൾട്ട് തമ്മിലല്ല, പകരം ഈ ബോൾട്ടും അടുത്ത ബോൾട്ട് റോയിൽ വരുന്ന ബോൾട്ടും തമ്മിലുള്ള ആ ഒരു സ്പേസിംഗ് ആണ് G എന്ന് പറയുന്നത്. അത് 6.3.1 ഒരു സ്കെച്ചിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കാൽക്കുലേഷൻ ചെയ്തപ്പോൾ നമുക്ക് ANൻ്റെ വാല്യൂ 440 mm² എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ TDN എന്ന് പറയുന്നത് ഈ ഒരു ഇംഗ്ലണ്ട് ഫെയിലിയർ പാത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് പെർ പിച്ച് വിഡ്ത്ത്, ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാൽക്കുലേഷൻ എല്ലാം ചെയ്യുന്ന പെർ പിച്ച് വിഡ്ത്ത് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ B എന്ന് പറയുന്നത് 40 ആയിട്ട് എടുത്തത്. കാരണം എന്താ, ഇവിടെ പിച്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. നമ്മൾ ഈ ഇക്വേഷനൊക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് അവസാനം പിച്ചിൻ്റെ വിഡ്ത്ത് 40 mm കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നല്ലോ. ആ 40 mm ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് ഓർത്തോളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ TDNൻ്റെ വാല്യൂ പെർ പിച്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് 129.888 kN എന്ന് വരും. ഓക്കെ, ഇവിടെ നമ്മൾ വീണ്ടും റീചെക്ക് ചെയ്തിരിക്കുന്നത് എന്താണ്, ഇവിടെ
ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ബോൾട്ട് പെർ പിച്ച് വിഡ്ത്തിനേക്കാളും ഈ വാല്യൂ കൂടുതലാണോ എന്ന് ഈ ഒരു സ്റ്റേജിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ബോധർ ചെയ്യേണ്ട. നമ്മൾ പിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുക മുതലായ കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങൾ. ഓക്കെ, എന്തായാലും നമ്മൾ ഒരു അക്കാഡമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ അങ്ങനെയുള്ള എക്സസൈസ് ഒന്നും ചെയ്യേണ്ട. ഈ ഒരു വാല്യൂ ഗ്രേറ്റർ അല്ല എങ്കിൽ പോലും പ്രശ്നമില്ല. അപ്പോൾ ലെസർ വാല്യൂ ആയിരിക്കും ഡെഫിനറ്റ്ലി നമ്മുടെ ഡിസൈനെ ഗവേൺ ചെയ്യുന്നത്. അത് മാത്രം ഓർത്തോളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനലി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻ്റ് എന്ന് പറയുന്നത് ഈ 3 ലിമിറ്റ് സ്റ്റേറ്റും കൂടി ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 57.948 കിലോ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലോക്ക് ഷിയർ റപ്ചർ ഇവാലുവേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കിത് അങ്ങനെ ഒരു ബ്ലോക്കായിട്ട് കട്ട് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. ഇതൊരു കണ്ടിന്യൂസ് പ്ലേറ്റ് ആണ്. അപ്പോൾ ആ കണ്ടിന്യൂസ് പ്ലേറ്റ് ആവുമ്പോൾ അവിടെ ബ്ലോക്ക് ഷിയർ റപ്ചർ ക്രിട്ടിക്കൽ ആവത്തില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഇതൊരു സിക്സ് ആഗ് ബോൾട്ടഡ് അറേഞ്ച്മെൻറ്റും കൂടെ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബ്ലോക്ക് ഷിയർ റപ്ചർ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ല, അത്തരത്തിലൊരു ഫെയില്യൂർ നോർമലി സംഭവിക്കില്ല. അതുകൊണ്ടാണ് ആ 4ാമത്തെ ലിമിറ്റ് സ്റ്റേറ്റ് ആയ ബ്ലോക്ക് ഷിയർ റപ്ചർ സ്ട്രെങ്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈനലി അപ്പോൾ 3 കണ്ടീഷൻസ് നമ്മളിവിടെ ഇവാലുവേറ്റ് ചെയ്തു. 1 ഷിയർ കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, 2 ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബോൾട്ട്, 3 ടെൻസൈൽ റപ്ചർ സ്ട്രെങ്ത് ഓഫ് ദ പ്ലേറ്റ്. അത് 2 സെക്ഷനിലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. ഞാൻ ഗ്രീൻ കളറിലും ബ്ലൂ കളറിലും കാണിച്ചിരിക്കുന്ന 2 സെക്ഷനിൽ. അങ്ങനെ ഫൈനലി ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ്, ശ്രദ്ധിക്കുക, ഇവിടെ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്ത് എന്നാണ്. അതിവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മനസ്സിലാക്കുള്ളൂ. ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് ദ ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്ത് ഓക്കെ ഈസ് ഈക്വൽ ടു 57.948 കിലോ ന്യൂട്ടൺ. ഫൈൻ. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോഴും നമ്മൾ മുമ്പ് ചെയ്ത കാൽക്കുലേഷന് സിമിലറായിട്ട് തന്നെയാണ്. ഒറ്റ വ്യത്യാസം മാത്രം, ഇവിടെയും നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് പെർ പിച്ച് വിഡ്ത്ത് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രെങ്ത് ഓഫ് ദ സോളിഡ് പ്ലേറ്റ് പെർ പിച്ച് വിഡ്ത്ത് ഓക്കെ ആസ് പെർ ക്ലോസ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ഗ്രോസ് ഏരിയയുടെ ഈൽഡിംഗ് ആണ് ഇവിടെ വാലുവേറ്റ് ചെയ്യുന്നത്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ അതിന് കറസ്പോണ്ട്, പക്ഷേ ഒറ്റ വ്യത്യാസം, ഇവിടെ വിഡ്ത്ത് എടുക്കേണ്ടടുത്ത് നമ്മൾ ആ പിച്ചിൻ്റെ ഡിസ്റ്റൻസ് ആണ് 40 ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ബിക്കോസ് നമ്മൾ പെർ പിച്ച് വിഡ്ത്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ TDG കിട്ടി. അപ്പോൾ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് കിട്ടിയ സ്ഥിതിക്ക് പെർ പിച്ച് വിഡ്ത്ത് കിട്ടി, സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്തും കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്ട്രെങ്ത് ഓഫ് ജോയിൻറ്റ് പെർ പിച്ച് വിഡ്ത്ത് ഓക്കെ ഡിവൈഡഡ് ബൈ സ്ട്രെങ്ത് ഓഫ് സോളിഡ് പ്ലേറ്റ് പെർ പിച്ച് വിഡ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ 100 എന്നുള്ളതായിരിക്കും നമ്മുടെ എഫിഷ്യൻസി. നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 63.74% ആണ്.